മെസ്സേജ് വെച്ചാൽ നിങ്ങൾ എല്ലാവരും കല്ലറിയുണ്ട് ആകെ ഒരു 100 ഗ്രാമേ ഉള്ളൂ. അപ്പോൾ ഇത് സൂക്ഷിക്കാം, കാരണം ചെറിയാണ്. അപ്പോൾ ഒന്ന് മൂപ്പൻ്റെ ഫോളോവേഴ്സ് ഒരുപാട് ഫോളോവേഴ്സ് 3 വേണ്ടുന്നു. അല്ലാതെ ഇപ്പം മൂപ്പൻ്റെ ഫോളോവേഴ്സ് ഒരുപാട് ഫോളോവേഴ്സ് 3 ലക്ഷത്തിൽ പുറത്ത് ഫോളോവേഴ്സ് ഉള്ള ആളാണ്. എൻ്റെ ചെറിയൊരു ചാനലാണ്. അപ്പം ഞാൻ കയറി വരുന്നേ ഉള്ളൂ. അപ്പം മൂപ്പൻ വിചാരിക്കും ചുമ്മാ ഒരു സ്ട്രൈക്ക് കൊടുത്തേക്കാം, ചാനലങ്ങ് പൂട്ടി കളഞ്ഞേക്കാന്ന് ഇങ്ങനെ തോന്നിയാലോ. അതുകൊണ്ടാണ് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. നമസ്കാരം, ഞാൻ രേണുസുതിയാണ്. 1ാമത്തെ വീക്കിൽ തന്നെ ഞാൻ എലിമിനേഷൻ റൗണ്ടിൽ വന്നു. അപ്പം എന്നെ സ്നേഹിക്കുന്ന, എൻ്റെ ഫാമിലിയെ സ്നേഹിക്കുന്ന, സുചേട്ടനെ സ്നേഹിക്കുന്ന ഓരോരുത്തരുടെയും വിലയേറിയ വോട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഈ ഗെയിമിൽ മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്രകാരമുള്ള പെർഫോമൻസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. സോ എല്ലാവരും സ്നേഹിക്കുന്ന എല്ലാവരും കഴിഞ്ഞ നിന്നാ പോയാ പോയല്ലേ, കണ്ണാടി എടുക്കുവന്നേ. എൻ്റെ ശിവനേ, എന്തൊക്കെ കാണണം. സാറേ എനിക്ക് വോട്ട് തരണം സാറേ, താങ്ക്സ്. ഇതൊന്നും കാണാനുള്ള ശക്തി എനിക്കില്ല. അതുകൊണ്ടാണ് ഞാനിപ്പം രാവിലെ എണ്ണിച്ചു തുടങ്ങി ഞാൻ കണ്ണാടിയും കൊണ്ടാണ് ഞാൻ എണ്ണിക്കുന്നത്. എണ്ണിച്ചിട്ട് മൊബൈലിനകത്ത് നോക്കുന്നത്. ഞാനേ പുതിയൊരു ഫോൺ മേടിച്ചു കേട്ടോ. എൻ്റെ ഫോൺ ബഹിഷ്കരിച്ച്, കാരണം വയ്യ. യൂട്യൂബിൽ കയറി കഴിഞ്ഞാൽ രണാസുന, അവിടെ കയറി കഴിഞ്ഞാൽ ഫേസ്ബുക്കിൽ കയറി കഴിഞ്ഞാൽ രണാസുന, വാട്സാപ്പിൽ കയറി കഴിഞ്ഞാൽ രണാസുനയുടെ സ്റ്റാറ്റസ്, ഇൻസ്റ്റാഗ്രാമിൽ കയറി കഴിഞ്ഞാൽ രണാസുന. ഞാൻ അതുകൊണ്ട് ഈ ഒരു ഫോൺ മേടിച്ചു കേട്ടോ. ഞാൻ എൻ്റെ ഫോൺ ബഹിഷ്കരിച്ച്, എല്ലാം ഞാൻ ബഹിഷ്കരിച്ച്. ഇനി വീഡിയോ ഇടാൻ മാത്രമേ ഈ യൂട്യൂബും കൊണ്ട് വരത്തുള്ളൂ. ഈ രേണുസുതി ബിഗ് ബോസിലോട്ട് പോയപ്പം ബിഗ് ബോസ് കാണാത്ത ആൾക്കാർ, കുറേ ആൾക്കാർ സമാധാനിച്ചെന്താണെന്നറിയാമോ? ഇനി ഒരു 3 മാസം, ഒരു 98 ദിവസം ഇതിനെ ഒന്നും സഹിക്കണ്ടല്ലോ എന്നാണ് എല്ലാവരും വിചാരിച്ചത്. അത് ബിഗ് ബോസ് കാണുന്ന ആൾക്കാർക്ക് സഹിച്ചാൽ പോരെ, പുള്ളിക്കാർ സഹിച്ചാൽ പോരെ എന്നാണ് മിക്കുള്ള ആൾക്കാരും ബിഗ് ബോസിൽ കാണാത്ത ആൾക്കാർ വിചാരിച്ച് സമാധാനപ്പെട്ടത്. ഇപ്പം ബിഗ് ബോസിനകത്തും കളി, ബിഗ് ബോസിന് പുറത്തും കളി, ഗെയിമോട് ഗെയിമും. എന്തോന്നാ ഇതൊക്കെ? എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ചിരിയാണ് എനിക്ക് വരുന്നത്. ഇന്നലെ പുതിയൊരു വീഡിയോ ഇറങ്ങി, വോട്ട് ചോദിച്ചിട്ടുള്ള വീഡിയോ. ഫസ്റ്റ് എലിമിനേഷൻ്റെ സ്റ്റേജ് കഴിഞ്ഞിട്ടില്ല, ഇനി ഒരു ദിവസം കൂടെ ബാക്കി കിടക്കുക. ഇന്നും കൂടെ ഉണ്ട്, വെള്ളിയാഴ്ചയും കൂടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു പുതിയൊരു വീഡിയോ റിലീസ്. എനിക്ക് വോട്ട് നൽകണേ, എനിക്ക് വോട്ട് ചെയ്യണേ, ഫസ്റ്റ് എലിമിനേഷനിൽ ഞാൻ വന്നു. ഇത് എന്തോന്നാ എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതൊക്കെ ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ, ബിഗ് ബോസിൻ്റെ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ ഇതേപോലൊരു മുതൽ ബിഗ് ബോസ് ഇതുവരെ പോയി കാണത്തില്ല. ഇതേപോലൊരു സംഭവം ബിഗ് ബോസിൽ കിട്ടിയിട്ടില്ല. ഇതുപോലൊരു കാര്യം ബിഗ് ബോസിൽ നടന്നിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. എൻ്റെ തൊണ്ടയുടെ വെള്ളം പറ്റി കേട്ടോ, അത്രയും ഒച്ചത്തിലാണ് ഞാൻ പറയുന്നത്. ബിഗ് ബോസ് ചരിത്രത്തിൽ ഹിന്ദി എടുത്ത് നോക്ക്, തമിഴ് എടുത്ത് നോക്ക്, വേറെ ഏതെങ്കിലും ലാംഗ്വേജിൽ ബിഗ് ബോസ് ഉണ്ടെങ്കിൽ അതും കൂടെ എടുത്ത് നോക്ക്. ഇതേപോലെ പോയിട്ട് ഒരു പ്രീ പ്ലാൻ ആയിട്ട് ഏതെങ്കിലും ഒരു കണ്ടസ്റ്റൻസ് ഇതുപോലെ ഞാൻ ഫസ്റ്റ് എലിമിനേഷനിൽ വന്ന് കേട്ടോ, എനിക്ക് വോട്ട് ചെയ്യണം കേട്ടോ, എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. എൻ്റെ പൊന്നടാവേ, ഇതെന്തോടെ ഇതൊക്കെ? സത്യം പറഞ്ഞാൽ ഇത് ബിഗ് ബോസ് കാണാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്ത് അവർക്ക് കൊടുക്കുക. ബിഗ് ബോസ് കാണാൻ ആർക്കെങ്കിലും ഇനി താല്പര്യം ഉള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും ഈ സീസൺ കണ്ടോ. ഈ സീസണോടുകൂടി ബിഗ് ബോസ് 7 കൂടി ബിഗ് ബോസ് അവസാനിക്കുവാണ്. ബിഗ് ബോസ് ഇനി ബിഗ് ബോസ് കാണത്തില്ല. ബിഗ് ബോസിൻ്റെ അവസാനത്തെ ഷോയാണ് ഇത് വേണമെങ്കിൽ പറയാം. ഇത് ഞാൻ പറയാൻ കാര്യം എന്തെന്നറിയോ? ബിഗ് ബോസ് എന്നൊരു ഷോയുടെ ഒരു വിശ്വാസ വഞ്ചന, ആ ഒരു ഷോയോടുള്ളൊരു വിശ്വാസം നഷ്ടപ്പെട്ട് ഇതെനിക്ക് തോന്നുന്നു, ഇത് അവിടെ നിന്ന് ഒരു ദിവസം ലീവ് എടുത്തിട്ടങ്ങാണ്ട് വെളി വന്നിട്ട് എനിക്ക് തോന്നുന്നു 2 ദിവസം ഒന്നും ഇവരെ കണ്ടിട്ടില്ല. രേണുസുതിയെ ആ ലൈവിലൊന്നും കണ്ടതേ ഇല്ല. അപ്പം എനിക്ക് തോന്നുന്നു ലീവ് എടുത്ത് വന്നിട്ട് വീഡിയോയ്ക്ക് വേണ്ടി തന്നെ, വോട്ട് ചോദിക്കാൻ തന്നെ വീഡിയോയ്ക്ക് വേണ്ടി തന്നെ ലീവ് എടുത്ത് ബിഗ് ബോസിൽ നിന്ന് വന്നിട്ട് അങ്ങാണ്ട് എടുത്തിട്ടൊരു വീഡിയോ ആണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അങ്ങനെ പറയാൻ പറ്റൂ. ഇതൊക്കെ ആദ്യത്തെ സംഭവങ്ങളാണ് ബിഗ് ബോസിൽ നടക്കുന്നത്. ലൈവിനകത്തോ പുള്ളിക്കാരെ കാണുന്നില്ല, ഒരു കണ്ടന്റ് കൊടുക്കാനും പുള്ളിക്കാരെ കാണുന്നില്ല, ഒരിടത്തും കാണുന്നില്ല. പിന്നെ എങ്ങനെ വോട്ട് കൊടുക്കാനാണ്? വോട്ട് മാത്രം മതിയോ? വോട്ട് മാത്രം ചോദിച്ചാൽ മതിയോ? അവിടെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കാഴ്ചവെക്കണ്ടേ? ഒന്നാമത്തെ കാര്യം, ബിഗ് ബോസ് എന്നൊരു ഷോയുടെ വിശ്വാസത്തെയാണ് ചോദ്യം ചെയ്തത്. കാരണം ഇതുവരെ ഇങ്ങനെയൊന്നും നടന്നിട്ടില്ല. കാരണം ഒരു കണ്ടസ്റ്റൻസ് പോയി ഒരു ഫസ്റ്റ് വീക്കിൽ തന്നെ എലിമിനേഷൻ ആവും എന്ന് എങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റും? രേണുവിൻ്റെ കാര്യത്തിൽ എങ്ങനെ ആയാലും അത് പറയാം നമുക്ക്. പക്ഷേ അങ്ങനെ പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ഇടുക എന്ന് പറയുമ്പോഴത്തേക്ക് അത് ബിഗ് ബോസ് എന്നൊരു ഷോയുടെ ഒരു
വിശ്വാസത്തെയല്ലേ ബാധിക്കുന്നത്? അല്ലേ? 100% ഷോയുടെ വിശ്വാസത്തെയാണ് ബാധിക്കുന്നത്. രേണു അവിടെ ഫസ്റ്റ് വീക്ക് എലിമിനേഷനിൽ വരും എന്ന് അവർ തന്നെ അങ്ങ് സ്വന്തമായിട്ട് അങ്ങ് തീരുമാനിച്ച് പ്രീ പ്ലാൻ ആയിട്ട് ഓരോ വീഡിയോ എടുത്തിച്ചിട്ട് ഫസ്റ്റ് വീക്കിൽ തന്നെ ഒരു 50-60 എപ്പിസോഡ് കഴിഞ്ഞിട്ട് ഓക്കെ, കുഴപ്പമില്ല. ഇത് ഫസ്റ്റ് വീക്കിൽ തന്നെ ഞാൻ എലിമിനേഷനിൽ വരും, നിങ്ങളെല്ലാവരെയും സപ്പോർട്ട് എനിക്ക് വേണം എന്ന് പറയുമ്പോഴത്തേക്ക് ആ ബിഗ് ബോസിൻ്റെ ആ ഒരു ഷോയാണ് അവിടെ ആൾക്കാർ ചോദ്യം ചെയ്യുന്നത്. എന്തോന്നിട്ട് ഇതാണ് ബിഗ് ബോസ്? നിങ്ങളൊരു 100-150 ക്യാമറ അവിടെ കൊണ്ടുവച്ചിട്ട് അവിടെ സമയമില്ല, ക്ലോക്കില്ല, അതില്ല, ഇതില്ല, ചപ്പില്ല, ചവറില്ല എന്നൊക്കെ പറഞ്ഞിട്ടേ, അപ്പം ഒരാൾ വന്നിട്ട് ഫസ്റ്റ് വീക്ക് തന്നെ എലിമിനേഷന് വരും എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് സ്ക്രിപ്റ്റഡ് ആണെന്നല്ലേ പറയൂ. സ്ക്രിപ്റ്റഡ് എന്ന് പറഞ്ഞാൽ കുറേ സ്ക്രിപ്റ്റഡ് ഒക്കെ ഉണ്ട്, അത് വേറെ കാര്യം. അപ്പം ഇതും കൂടെ ആകുമ്പോഴത്തേക്ക് അത് 100% സ്ക്രിപ്റ്റഡ് എന്നല്ലേ പറയാൻ പറ്റൂ. പിന്നെ ആ ഷോ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരിങ്ങനെ കാര്യം കാണാൻ വേണ്ടി അല്ലെങ്കിൽ അവരെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, അവരെ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വന്നിരുന്നിട്ട് ഇങ്ങനെ ഒലിപ്പിച്ച് ഇങ്ങനെ സഹതാപം പിടിച്ചു പറ്റിയിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് ലാസ്റ്റ് കാര്യം കഴിയുമ്പോഴത്തേക്ക് പൊടിയും തട്ടി പോകുന്നൊരു സ്വഭാവമാണ് ഇപ്പം ഇതുവരെ രേണുസുതി കാണിച്ചിട്ടുള്ളത്. പുറത്ത്, ബിഗ് ബോസിൻ്റെ അകത്തല്ല, പുറത്ത് കാണിച്ചിട്ടുള്ളത്. പക്ഷെ വീണ്ടും ഇവരിത് ആവർത്തിക്കുമ്പോഴത്തേക്ക് ഇവർക്ക് വോട്ട് ചെയ്യുന്ന ആൾക്കാർ കൂടി ഇവർക്ക് വോട്ട് ചെയ്യാൻ ഒരു മനസ്സില്ലാതാക്കുകയാണ് ഇവർ ചെയ്യുന്നത്. മനസ്സിലായോ? അവിടെ തൻ്റെ ഇടത്തോടു കൂടി നിന്ന് ഗെയിം കളിച്ചിട്ട് ഒരു വീഡിയോ എടുത്ത് മുമ്പേ വെക്കുക, എനിക്ക് എല്ലാവരും വോട്ട് ചെയ്യണം, അല്ലാതെ ഞാൻ ഫസ്റ്റ് എലിമിനേഷന് വരും, രണ്ടാമത്തെ എലിമിനേഷന് വരും എന്നൊക്കെ പ്രെഡിക്റ്റ് ചെയ്ത് വെക്കാൻ ഇത് എന്തൂടെ സംഭവം? ഇത് അകത്താണ് മൈൻഡ് ഗെയിം കളിക്കേണ്ടത്, രേണുസുതി പുറത്താണ് മൈൻഡ് ഗെയിം കളിക്കുന്നത്. ഗെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ അകത്താണ് കളിക്കേണ്ടത്. അവിടെ നിന്നിട്ട് കളി, ഇത് അവിടെ രേണുസുതിയെന്നില്ല, ലൈവിൽ കാണുന്നില്ല. ഞാൻ വിചാരിച്ചു ഓക്കെ, ഇവർക്കെതിരെ ഒരുപാട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. ബിഗ് ബോസിൻ്റെ അകത്ത് പോയിട്ട് എന്തെങ്കിലും നല്ല രീതിയിലൊന്ന് കാഴ്ച വെച്ച് കഴിഞ്ഞാൽ ചെറിയ രീതിയിലൊക്കെ സപ്പോർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചാണ്. ഇത് വീണ്ടും ഇത് ആ ഒരു മൈൻഡും കൂടെ നമ്മളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്വന്തം നേട്ടത്തിന് വേണ്ടിയിട്ട് അവിടെ നിന്ന് ഗെയിം കളിച്ച് നല്ല സ്ട്രോങ് ആയിട്ട് നിന്ന് കളിച്ച് കണ്ടന്റ് കൊടുത്തിട്ട് ലാലേട്ടൻ്റെ പുതിയൊരു പ്രൊമോ ഇറങ്ങിയിട്ടുണ്ട്. അതിനകത്ത് ലാലേട്ടൻ ഇതൊക്കെ ബിഗ് ബോസ് മുമ്പ് കൂട്ടി പ്ലാൻ ചെയ്ത്, ബിഗ് ബോസ് മുമ്പ് കൂട്ടി ഇതൊക്കെ കണ്ടുവച്ചിട്ട് തന്നെ ഓരോ പ്രൊമോ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ഇപ്പം ഈ അക്ബറിൻ്റെ ഇഷ്യൂവും സെപ്റ്റിക് ടാങ്ക് ഇഷ്യൂ ആയിട്ട് വന്നല്ലോ, അതിനകത്ത് പറയുന്നുണ്ടല്ലോ സെപ്റ്റിക് ടാങ്ക് ഇഷ്യൂ തന്നെ, സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ച്. അപ്പോൾ അതിനകത്ത് ഉടനെ എടുത്തുകൊണ്ട് ഒരു വിധവയെ അല്ലെങ്കിൽ വിധവാ കാർഡ്, ഇതുപോലെ സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന് പറഞ്ഞിട്ടുണ്ട് കുറേ കാർഡുകൾ ഇറക്കിക്കൊണ്ടുവരും. ഇനി അവരാകെ ഇനി ഇറക്കമുള്ള റേഷൻ കാർഡ് മാത്രമേ അവിടെ ഇറക്കാനുള്ളൂ. അത് ആരെങ്കിലും അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതും പൊക്കി പിടിച്ചുകൊണ്ട് കിടക്കും. അപ്പം എത്രയും പെട്ടെന്ന് അത് ആരെങ്കിലും ഒന്ന് അയച്ചു കൊടുക്കണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന. പിന്നെ അനുമോള് വേറെ ലെവലാണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, അനുമോളൊക്കെ കളിക്കാൻ ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടല്ലോ. അനുമോൾ എന്നും തട്ട് മേലെ തന്നെ ഇരിക്കും, അനുമോൾ ഇരിക്കും തട്ട്. ഇനി എന്തൊക്കെ പറഞ്ഞാലും അവിടെ ഒരു ലേഡി കിങ് ഉണ്ടെങ്കിൽ അനുമോൾ തന്നെയാണ്. രേണുസുതിയുടെ അടുത്ത് അനുമോൾ വന്ന് ചോദിച്ചു, ചേച്ചി അക്ബർ ചേച്ചിയാണ് വിളിച്ചത് സെപ്റ്റിക് ടാങ്ക് എന്ന്, അല്ലാതെ ഒരു സ്ത്രീത്വത്തെയും അതുപോലെ ഒരു വിധവയും അപമാനിച്ചുകൊണ്ടോ അവിടെ ഒന്നും പറഞ്ഞിട്ടില്ല. അനുമോൾ കറക്റ്റ് രീതിയിൽ ചോദിച്ചിട്ട് കൊടുത്തു. അപ്പം മനസ്സിലായിക്കണം അനുമോളെ മൈൻഡ് ഗെയിം, അനുമോൾ എന്നൊരു ഗെയിമർ എവിടെ കിടക്കുന്നെന്ന്. മനസ്സിലായോ? അത് പബ്ലിക്കിൽ വരും, പബ്ലിക്ക് കാണും, ചോദ്യം ചെയ്യും എന്ന് അറിയാവുന്നതുകൊണ്ട് മാത്രമാണ് അനുമോൾ ആ ഒരു ലെവൽ സാധനം എടുത്ത് അവിടെ ഇട്ടത്. വേറെ ഒരാളും ചോദിച്ചിട്ടില്ല. ശരിയാണ്, അനുമോൾ കറക്റ്റാണ് പറഞ്ഞത്. ഇവരവിടെ ഒരു തെറ്റിദ്ധാരണ, രേണുസുതി അവിടെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കി. സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ചു, ഞാൻ സ്ത്രീ ആയതുകൊണ്ടാണ് എന്നെ വിളിച്ചത്, അല്ലെങ്കിൽ ഞാനൊരു വിധവയായതുകൊണ്ടാണ് എന്നെ വിളിച്ചതെന്ന് പറഞ്ഞിട്ട് അത് പുറത്തോട്ട് വിട്ടു. എത്രയോ വിധവകൾ ജീവിക്കുന്നുണ്ട്, എത്രയോ സ്ത്രീകൾ ജീവിക്കുന്നുണ്ട്, ഒറ്റയ്ക്ക് ജീവിക്കുന്നുണ്ട്. ഇവരെ ആരെങ്കിലും പോയി സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിക്കുന്നുണ്ടോ? ഇല്ല. എന്താണെന്ന് കൂടെ ചിന്തിച്ച് നോക്ക്. അപ്പം നിങ്ങൾ തന്നെ പുറത്ത് അതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടാണ് അകത്ത് പോയിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് കിട്ടിയൊരു പ്ലാറ്റ്ഫോം അവിടെ എങ്ങനെ വിനിയോഗിക്കണമെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല. ആ പ്ലാറ്റ്ഫോമിൽ നിങ്ങളെ സത്യസന്ധത, നിങ്ങളെ തെറ്റുകുറ്റങ്ങൾ നിങ്ങൾക്ക് ഏറ്റു പറയാൻ കിട്ടിയൊരു പ്ലാറ്റ്ഫോമാണത്. ഇനി എനിക്ക് തോന്നുന്നു ഇപ്പം ഇത്രയും വീഡിയോസ് എല്ലാം കാണുവാണ്, ഇവരെ ഫാമിലിയും ഈ രേണുവിൻ്റെ ചേച്ചി ആയിക്കോട്ടെ, ഫാമിലി ആയിക്കോട്ടെ, ഇവരെല്ലാം കാണുവാണ്. ഇനിയിപ്പം ഫാമിലിയുടെ ഒരു എപ്പിസോഡ് ഉണ്ടല്ലോ, ആ എപ്പിസോഡിൽ ഇവർ പോകുന്ന സമയത്ത് ഉറപ്പായിട്ട് ഇവർ പറയും തെറ്റങ്ങ് അംഗീകരിച്ചു കഴിഞ്ഞാൽ കുറച്ച് സപ്പോർട്ട് കൂടുതൽ കിട്ടും. പിന്നെ അങ്ങോട്ട് സിമ്പതിയുടെ പുറത്താണ് അങ്ങ് പൊയ്ക്കൊണ്ടേ ഇരിക്കുന്നത്. ഇവരെന്താ വിചാരിച്ചേ? ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് കരുതുന്നത്? അവിടെ ഇതല്ല, ഇനിയിപ്പോൾ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ചോണ്ടല്ലേ വന്നാൽ, ഇനിയിപ്പോൾ ഇതിനപ്പുറം വിളി ഇപ്പം വരും, ഇതിനപ്പുറം വിളിയും വരും, ഇതിനപ്പുറം ഗെയിമും വരും, ഇതിനപ്പുറം ഒരുപാട് വിഷയങ്ങളും അവിടെ സംഭവിക്കും. അതൊരു ഗെയിമാണ്. ഗെയിമായിട്ട് തന്നെ കാണുക.
ലാലേട്ടൻ ഇപ്പം പുതിയൊരു പ്രൊമോയ്ക്കകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഓൾറെഡി ലാലേട്ടൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ വിധവാ കാർഡ്, യെല്ലോ കാർഡ്, മഞ്ഞ കാർഡ്, റേഷൻ കാർഡ് ഇവിടെ ഒന്നും എടുക്കത്തില്ല. ഇവിടെ ഗെയിം കളിക്കാൻ അറിയുന്നവൻ, കണ്ടന്റ് കൊടുക്കാൻ അറിയുന്നവൻ ഇവിടെ നിന്നാൽ മതി, അല്ലാത്തവനൊക്കെ പുറത്ത് നോക്കിക്കോളാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പുതിയ പ്രൊമോയിൽ പറയുന്നത് എന്താണെന്നറിയോ? ഈ രേണുസുതിയുടെ വിഷയം വന്നിട്ടാണ് ഈ പ്രൊമോ. ഇതൊക്കെ മുൻകൂട്ടി ബിഗ് ബോസ് പ്ലാൻ ചെയ്ത് എടുത്തു വെച്ചേക്കുന്ന സാധനങ്ങളാണെന്ന് വേണമെങ്കിൽ പറയാം. ലാലേട്ടൻ പ്രൊമോയിൽ പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങളെ ഓരോ വോട്ടും അറിഞ്ഞ് തന്നെ കൊടുക്കുക, പാഴാക്കാതിരിക്കുക. അതുപോലെ VR പണി എടുക്കുന്നവനെയും പച്ചാളം പാസുകളെയും കണ്ടം വഴി ഓടിച്ചോണമെന്നാണ് പറയുന്നത്. അതുപോലെ അവിടെ ഗെയിം കളിക്കുന്നവനെയും നിലപാടുള്ളവനെയും കണ്ടന്റ് കൊടുക്കുന്നവനെയും അവിടെ നിർത്തുക, അല്ലാത്തവനെ അവിടെ നിന്ന് പുറത്ത് കളയുക. അതാണ് ലാലേട്ടൻ പറയുന്നത്. എന്തായാലും എനിക്കും അതേ പറയാനുള്ളൂ. അപ്പം ഗെയിം കളിക്കുന്നവനെ സപ്പോർട്ട് ചെയ്യുക, അത് ആരാണെങ്കിലും. ഇനി പുറത്ത് എങ്ങനെയായിരുന്നോ അതല്ല, അവിടെ ഗെയിം ആരാണ് കളിക്കുന്നത്, ആരാണ് എൻ്റർടൈനിങ് തരുന്നത്. നമ്മൾ ചാർജ് ചെയ്ത്, അല്ലെങ്കിൽ ഈ പറയുന്ന ഹോട്ട്സ്റ്റാർ 3 മാസത്തേക്ക് 200 രൂപയ്ക്കും അല്ലെങ്കിൽ 3 മാസത്തേക്ക് 300 രൂപയ്ക്കും ചാർജ് ചെയ്ത് പൈസ നഷ്ടപ്പെടുത്തി, ഉള്ള സമയം നഷ്ടപ്പെടുത്തി ഇരുന്ന് ഗെയിമും കണ്ട് വോട്ടും ചെയ്യുമ്പോഴത്തേക്ക് അത് കാണുന്ന നമുക്കും കൂടെ വേണ്ട എന്തെങ്കിലും. അപ്പോൾ അവിടെ ഗെയിമിൽ ആരാണോ എൻ്റർടൈനിങ് നമുക്ക് തരുന്നത് അവർക്കല്ലേ നമ്മൾ കപ്പടിച്ചു കൊടുക്കേണ്ടത്, അല്ലാതെ നമ്മളെ നല്ലതിന് വേണ്ടിയിട്ടല്ലല്ലോ. അപ്പം ഗെയിം കളിക്കുന്നവനെ സപ്പോർട്ട് ചെയ്യുക. അപ്പം ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ജിൻഡോയുടെ ഒരു ക്ലിപ്പും കൂടെ വന്നിട്ടുണ്ട്. രേണുസുതിക്ക് വോട്ട് കൊടുക്കണം, രേണുസുതിയെ സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ജിൻഡോ രംഗത്ത് വന്നിട്ടുള്ളത്. എന്തായാലും ജിൻഡോ പറയുന്നതും കൂടെ കേട്ടിട്ട് നമുക്കിവിടെ വീഡിയോ ക്ലോസ് ചെയ്യാം. പിന്നെ അഭിപ്രായങ്ങളൊക്കെ പറയാൻ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ പറയാൻ ബിഗ് ബോസ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ഈ രേണുവിൻ്റെ വിഷയത്തിൽ കേട്ടോ. അപ്പോൾ എന്തായാലും ജിൻഡോയുടെ വീഡിയോ കൂടെ കണ്ടിട്ട് നമുക്ക് വീഡിയോ ക്ലോസ് ചെയ്യാം. പറഞ്ഞു രേണുസുതി വെച്ചാൽ നിങ്ങൾ എല്ലാവരും കല്ലറിയുണ്ട്. ഒരു 100 ഗ്രാമേ ഉള്ളൂ. അപ്പോൾ ഇത് സൂക്ഷിക്കാം, കാരണം ചെറിയാണ്. അപ്പോൾ ഒന്ന് അവിടെ വരെ എത്താൻ വേണ്ടി ഒരുപാട് പഠിച്ചതാണ്. അപ്പോൾ ബിഗ് ബോസ് ആ പ്ലാറ്റ്ഫോമിൽ കയറാൻ നിങ്ങൾ ഒരുപാട് പരിശ്രമിച്ച ആൾക്കാരായിരിക്കും, നിങ്ങൾക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ ഇത് ചെയ്യാം. കാരണം ലക്ഷക്കണക്കിന് 2 ലക്ഷം കണക്കിന് ആപ്ലിക്കേഷൻ വരുമ്പോൾ അതിനകത്ത് സോൾട്ട് ഔട്ട് ചെയ്യുന്ന 10-25 പേര് ആ സ്റ്റേജിൽ കയറണമെങ്കിൽ. എടേ ജിൻഡോ, ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ രേണുസുതിനെ ആര് കല്ലെറിഞ്ഞു? ആരാണ് കല്ലെറിയാൻ ഇട്ട് കൊടുത്തത്? അതും കൂടെ ഒന്ന് പറഞ്ഞേ. ഈ രേണുസുതിനെ കല്ലെറിയുന്ന മാത്രമേ ജിൻഡോ കണ്ടിട്ടുള്ളൂ. ഈ രേണുസുതിനെ പൊക്കിക്കൊണ്ട് വാഴ്ത്തിക്കൊണ്ട് നടന്നതൊന്നും നിങ്ങൾ കണ്ടിട്ടില്ലേ? സുതി മരിച്ചു കഴിഞ്ഞിട്ട് ഈ രേണുസുതിനെ എത്രത്തോളം പൊക്കാവോ, എത്രത്തോളം സപ്പോർട്ട് ചെയ്യാവോ എല്ലാവരും മലയാളികൾ ഒന്നടങ്കം സുതി എന്നൊരു കലാകാരനോടുള്ള സ്നേഹം കൊണ്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ സപ്പോർട്ടിൻ്റെ പേരിലാണ് ഇവർക്കൊരു വീട് കിട്ടിയത്, വസ്തു കിട്ടിയത്. അല്ലെങ്കിൽ ഇപ്പോഴും ഇവർ വാടക വീട്ടിൽ കിടക്കേണ്ട വന്നേനല്ലോ. അപ്പം അതൊന്നും കണ്ടിട്ടില്ലേ? കല്ലെറിയുന്ന മാത്രമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. എന്തുകൊണ്ട് കല്ലെറിയാനുള്ള കാരണം ആരുണ്ടാക്കി എന്നുകൂടെ നിങ്ങൾ പറയണം. ചുമ്മാ വന്ന് നിന്നിട്ട് ചുമ്മാ ഒരു വോട്ടിന് വേണ്ടിയിട്ട് ഇങ്ങനെ തള്ളിമറിച്ചിട്ട് പോവാതിരിക്കില്ലോ കേട്ടോ. അരിയാഹാരം കഴിക്കുന്നവരാണ് മലയാളികൾ, ഇപ്പോൾ പൊട്ടന്മാരല്ല. അതും കൂടെ ഒന്ന് മനസ്സിലാക്കിയോ. പിന്നെ 100 ഗ്രാമിൻ്റെ കാര്യം പറയുന്നുണ്ട്. ഞാൻ ഇവിടെയൊക്കെ കുറേ അടുത്ത് കേട്ടിട്ടുണ്ട് 100 ഗ്രാമേ ഉള്ളൂ. 100 ഗ്രാം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? എനിക്കും അത് മനസ്സിലായിട്ടില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് മനസ്സിലായിട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. എന്താണ് 100 ഗ്രാം? എനിക്കത് ഇതുവരെ മനസ്സിലായിട്ടില്ല. വേറെ ഫേസ്ബുക്കിൽ ഏതോ ഒരു ലേഡിയും പറയുന്നിട്ട് ആകെ 100 ഗ്രാമേ ഉള്ളെന്ന് പറയുന്നിട്ട് അതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായിട്ടില്ല. ആർക്കെങ്കിലും അതിൻ്റെ അർത്ഥം മനസ്സിലായിട്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ കേട്ടോ. പിന്നെ ബിഗ് ബോസിൽ കയറാൻ ഒരുപാട് ആൾക്കാർ കഷ്ടപ്പെടുന്നുണ്ട്. അപ്പം കഷ്ടപ്പെട്ട് കിട്ടിയാന്ന് പറഞ്ഞിട്ട് എന്തായാലും ഇതുപോലെ നാറിയ കളി കളിച്ചിട്ട്, ഇതുപോലെ നാറിയ പരിപാടികൾ കാണിച്ചിട്ട് സഹായിച്ചവരെ പോലും തള്ളിപ്പറഞ്ഞ് ഇതുപോലെ ഇതേ ഒരു സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു രീതിയിൽ നമുക്കാർക്കും ബിഗ് ബോസിൽ പോകുന്നുണ്ടെങ്കിൽ അന്തസ്സോടെ ആപ്ലിക്കേഷൻ അയച്ച് അന്തസ്സോടെ പോകാനാണ് ഈ എനിക്കുൾപ്പെടെ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഉൾപ്പെടെ കോമണറായിട്ട് പോകാനുള്ള ആൾക്കാർക്ക് താല്പര്യം. അല്ലാതെ ഇതുപോലുള്ള നാറിയ കളികൾ കാണിച്ച് ബിഗ് ബോസിൽ പോകാൻ വേണ്ടി തന്നെ സോഷ്യൽ മീഡിയയുടെ മുമ്പിൽ വന്ന് ഇതുപോലുള്ള കോപ്രായങ്ങളെല്ലാം കാണിച്ച് ഞാനൊന്നും കൂടുതൽ പറയുന്നില്ല. അപ്പോൾ ഇതുപോലുള്ള രീതിയിൽ കാണിച്ചിട്ട് ബിഗ് ബോസിൽ പോകണ്ടടോ ജിൻഡോ, പോകണ്ട, താല്പര്യമില്ല അങ്ങനെ പോകാനെ കൊണ്ട്. പിന്നെ ഇനി ബിഗ് ബോസിൽ ചെന്ന് അവർ നല്ല രീതിയിൽ ഗെയിം കളിക്കുവാണെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യും, അത് വേറെ കാര്യം. നല്ല രീതിയിൽ അവർ ഗെയിം കളിക്കട്ടെ. പിന്നെ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങുമ്പോൾ അത് വേറെ കാര്യം. ഇപ്പോൾ ബിഗ് ബോസിൽ നിന്ന് നല്ല രീതിയിൽ അവർ ഗെയിം കളിക്കുവാണെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യും. ബിഗ് ബോസിൽ അവരെന്താണ് ചെയ്തിട്ടുള്ളത്? പോയി ഇത്രയും ദിവസമായിട്ട് ഒരാഴ്ചയായി ഞാൻ ലൈവിൽ പോലും കണ്ടിട്ടില്ല. ആരെങ്കിലും അങ്ങോട്ടൊന്ന് ചൊറിയാൻ പോകുമ്പം സൗണ്ട് വയ്ക്കുന്നതല്ലാതെ രേണുസുതിനെയും ഞാൻ കണ്ടിട്ടില്ല. സാധാരണ ആൾക്കാർ ബാത്റൂമിൽ പോകുന്ന ഏരിയെങ്കിലും കാണിക്കുന്നുണ്ട്. ഇത് അവിടെ പോലും രേണുസുതിനെ കാണിക്കുന്നില്ല. രേണുസുതി പിന്നെ ഒരു ഇതിൽ അനുവിൻ്റെ അടുത്താണെന്നൊന്ന് പറയുന്നുണ്ട്, ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം കുളിക്കുന്ന. ഒരു ദിവസം ഞാൻ മെനഞ്ഞാന്ന് കണ്ടൊന്ന് കണ്ടായിരുന്നു ബാത്റൂമിലോട്ട് പോകുന്നത്. അല്ലാതെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല രേണുസുതിനെ. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ
ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യണം. ഞാൻ കണ്ടിട്ടില്ല കേട്ടോ, ലൈവിൽ രേണു സുധിനെ ഞാൻ കണ്ടിട്ടേ ഇല്ല. പറഞ്ഞു രേണു സുധി ജനങ്ങൾ എല്ലാവരും കല്ലറിയുണ്ട്. ആകെ ഒരു 100 ഗ്രാമേ ഉള്ളൂ. അപ്പോൾ ഇത് സൂക്ഷിക്കുക, കാരണം ചെറിയാണ്. അപ്പോൾ ഒന്ന് അവിടെ വരെ എത്താൻ വേണ്ടി ഒരുപാട് പഠിച്ചതാണ്. അപ്പോൾ ബിഗ് ബോസ് ആ പ്ലാറ്റ്ഫോമിൽ കയറാൻ നിങ്ങൾ ഒരുപാട് പരിശ്രമിച്ച ആൾക്കാരായിരിക്കും. നിങ്ങൾക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ ഇത് ചെയ്യാം. കാരണം ലക്ഷക്കണക്കിന് 2 ലക്ഷം കണക്കിന് ആപ്ലിക്കേഷൻ വരുമ്പോൾ അതിനകത്ത് സോർട്ട് ഔട്ട് ചെയ്ത് 10-25 പേര് ആ സ്റ്റേജിൽ കയറണമെങ്കിൽ. ഓക്കെ, ജിൻഡോ പറഞ്ഞത് കത്തിയെന്ന് ഞാൻ വിചാരിക്കുന്നു. അവരോട് വിദേശം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതങ്ങ് വിട്ടേരെ, ഒരു കപ്പൊക്കെ മേടിച്ചു കൊടുത്തിട്ട് വെളിയിലോട്ട് വിട്ടേരെ എന്നാണ് ജിൻഡോ ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ പുറത്ത് നടന്നിട്ടുള്ള കാര്യങ്ങളൊന്നും ജിൻഡോ കണ്ടിട്ടില്ല. ഞാനൊരു കാര്യം ചോദിച്ചിട്ട്, ജിൻഡോ നീ ആയിരുന്നെങ്കിൽ ഒരു ഫ്ലാറ്റ് കൊടുത്തു, അല്ലെങ്കിൽ ഒരു വീട് വെച്ച് കൊടുത്തു, അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും ഒരു 10,000 രൂപ കൊടുത്തിട്ട് നിന്നെ തള്ളി പറഞ്ഞു കഴിഞ്ഞാൽ നീ എങ്ങനെ ആയിരിക്കും പ്രതികരിക്കുന്നത്? നീ ഇന്ന് ഇതുപോലെ നിന്ന് പ്രതികരിക്കുമോ ജിൻഡോ? നീ പ്രതികരിക്കുമോ? ഇല്ല. അപ്പം സഹായിച്ച ആൾക്കാർക്ക് അതിൻ്റെ ബുദ്ധിമുട്ടും വിഷമങ്ങളും മനസ്സിലാവും. വീടും വെച്ച് കൊടുത്ത് വസ്തുവും കൊടുത്ത് അവരെ തള്ളി പറയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് അവരും പ്രതികരിക്കും. അതാണ് അവരും ചെയ്തിട്ടുള്ളത്. അത് കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളും പ്രതികരിക്കും. അപ്പോൾ ഇതിപ്പം അവരെ ഫാസ്റ്റും ഫ്യൂച്ചറും വെച്ചിട്ട് അളക്കാതിരിക്കും ജിൻഡോ. പാസ്റ്റിൽ എങ്ങനെയാണെന്നും ഫ്യൂച്ചറിൽ എങ്ങനെയാണെന്നും ഒന്ന് ചിന്തിച്ചാൽ മതി. പാസ്റ്റിൽ പല ഇൻ്റർവ്യൂവിലും പലരും വന്ന് പറയുന്നത് കേട്ടാണ്, പൈസ അനാവശ്യമായിട്ടൊക്കെ ഒരുപാട് പൈസ ഇവർ ചിലവഴിച്ച് കളയുന്നുണ്ടായിരുന്നു. ഈ സുധി ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ മതി. ഇത്രയും നാൾ ഈ ജിൻഡോയെക്കാളും പണിയെടുത്ത വ്യക്തിയാണ് ഈ കൊല്ലം സുധി എന്നുള്ള ഒരാൾ. ജിൻഡോയെക്കാളും പൈസ ഉള്ള വ്യക്തിയായിരുന്നു. ഒരു പ്രോഗ്രാമിന് ലക്ഷങ്ങൾ മേടിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ് കൊല്ലം സുധി. എത്ര പ്രോഗ്രാം, സ്റ്റാർ മാജിക്കിൻ്റെ ഫ്ലോർ തന്നെ എത്ര ഫ്ലോർ സുധി പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നൊക്കെ കിട്ടിയ പൈസ എന്തിയേ? എന്തായാലും വെളുപ്പിച്ച് അങ്ങ് കയറ്റി വിടല്ലേ ജിൻഡോ. അതൊക്കെ വിട്. അവർ ഗെയിം കളിക്കുവാണെങ്കിൽ ഞാൻ ഉൾപ്പെടെ സപ്പോർട്ട് ചെയ്യും. ഗെയിം കളിക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ ഇതുപോലെ പ്രതികരിച്ചുകൊണ്ടേ ഇരിക്കും. അപ്പം എന്തായാലും നിങ്ങളെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. പിന്നെ ഇന്നലെ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ മൂപ്പനെ പറ്റിയിട്ടൊക്കെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നിയ കാര്യമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ഒരുപാട് ആൾക്കാർ ആ വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ഇട്ടിട്ടുണ്ട്. പലർക്കും തോന്നിയ കാര്യമാണ് കമൻറ്റ് ഇട്ടിട്ടുള്ളതും എനിക്കും തോന്നിയ കാര്യമാണ് ഞാൻ പറഞ്ഞത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രേണു സുധി അവിടെ ഒരു ഗെയിമും കളിക്കാതെ രേണു സുധിനെ വെളുപ്പിക്കുന്ന ഒരു രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ടപ്പോഴത്തേക്ക് എനിക്ക് അത് ഫീൽ ചെയ്തു. PR ആണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ വീഡിയോ ചെയ്തത്. ഇനി ആ വീഡിയോയിൽ കോപ്പിറൈറ്റ് എങ്ങാനും ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ അത് മൂപ്പൻ്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കും. എന്തെങ്കിലും സംസാരിക്കാനുണ്ടല്ലോ അത് അതിൻ്റെ എക്സ്പ്ലനേഷൻ തരും. അതാണ് വേണ്ടുന്നത്. അത് തെളിയിക്കുക. ഞാൻ PR അല്ല എന്ന് തെളിയിക്കുക. അതാണ് വേണ്ടുന്നത്. അല്ലാതെ ഇപ്പം മൂപ്പൻ്റെ ഫോളോവേഴ്സ് ഒരുപാട് ഫോളോവേഴ്സ് 3 ലക്ഷത്തിൽ പുറത്ത് ഫോളോവേഴ്സ് ഉള്ള ആളാണ്. എൻ്റെ ചെറിയൊരു ചാനലാണ്. അപ്പം ഞാൻ കയറി വരുന്നേ ഉള്ളൂ. അപ്പം മൂപ്പൻ വിചാരിക്കും ചുമ്മാ ഒരു സ്ട്രൈക്ക് കൊടുത്തേക്കാം, ചാനലങ്ങ് പൂട്ടിക്കളഞ്ഞേക്കാമെന്ന് തോന്നിയാലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇനി അങ്ങനെ കാണാൻ സംഭവിച്ചാലും വീണ്ടും ഒരു ചാനൽ തുടങ്ങി ഞാൻ കയറി വരും. അത് വേറെ കാര്യം. കാരണം എല്ലാവരും ഒന്നിനാണല്ലോ കയറി വരുന്നത്. അപ്പോൾ എന്തായാലും മൂപ്പനോട് ഇത്രയേ പറയാനുള്ളൂ. അപ്പോൾ PR ആണെന്ന് എനിക്ക് തോന്നിയതല്ല, പല ആൾക്കാരും തോന്നിയിട്ടുണ്ട്. അപ്പം PR അല്ലെന്ന് തെളിയിക്കേണ്ടത് നിങ്ങളെ ചുമതലയാണ്, നിങ്ങളെ കടമയാണ്. നിങ്ങളെ വിശ്വസിച്ച് നിങ്ങളെ ഫോളോ ചെയ്തിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. കാരണം ഇതിന് PR വിളിക്കേണ്ട കാര്യമില്ല. ഞാനും പറഞ്ഞിട്ടുണ്ടല്ലോ, അവർ അവിടെ ഗെയിം കളിക്കുവാണ്. അവർ നല്ല രീതിയിൽ കളിക്കുവാണെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യും. ഇത്രയും ദിവസമായിട്ട് അവരവിടെ ഗെയിം കളിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അവർ ഗെയിം കളിക്കുവാണെങ്കിൽ എൻ്റെ വീഡിയോ മൂപ്പിന് കാണുവാണെങ്കിൽ അവർ ഗെയിം കളിക്കുവാണെങ്കിൽ ഈ വീഡിയോയിൽ ഈ ചാനലിൽ വന്നിരുന്നില്ല ഞാൻ സപ്പോർട്ട് ചെയ്യും. അവരെ നല്ല രീതിയിൽ കളിക്കുന്നുണ്ടെന്ന് സപ്പോർട്ട് ചെയ്യും. അല്ലാതെ ചുമ്മാ ഒരു സെപ്റ്റി ടാങ്ക് കേസും പിടിച്ചുകൊണ്ട് വരല്ലേ. ഇതുപോലെ ചീള് കേസാണ്. അതൊരു ഗെയിം ഷോ ആണ്. അത് ആദ്യം മനസ്സിലാക്കുക. അല്ല ചുമ്മാ ഒരു സെപ്റ്റി ടാങ്കും പിടിച്ചുകൊണ്ട് വന്നിട്ട് ചുമ്മാ അങ്ങോട്ട് വെളുപ്പിക്കാൻ നോക്കല്ലേ മൂപ്പ. അതുകൊണ്ടാണ് ഞാനും പറഞ്ഞത്. ഇനി കോപ്പിറൈറ്റ് അടിക്കാൻ അത്ര താല്പര്യമാണെങ്കിൽ അടിച്ചോ, കുഴപ്പമില്ല, വിഷയമില്ല, അടിച്ചോ. നിങ്ങളെ വീഡിയോ കാണുന്ന നിങ്ങളെ തന്നെ ആൾക്കാർ വിലയിരുത്തും. നിങ്ങൾ എന്താണെന്ന്, നിങ്ങളാണോ ശരി അതോ ഞാൻ പറഞ്ഞാണോ ചെയ്യുന്ന ആൾക്കാർ വിലയിരുത്തും. അല്ലെങ്കിൽ നിങ്ങൾ അതിന് എക്സ്പ്ലനേഷൻ തരും. അതാണ് വേണ്ടുന്നത്. അപ്പം നിങ്ങളെ വീഡിയോയ്ക്ക് ഞാൻ സപ്പോർട്ടും ചെയ്ത് സംസാരിച്ചിട്ടുണ്ട്. നിങ്ങൾ എൻ്റെ ചാനലിൽ കയറി നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. പിന്നെ നിങ്ങളെ നിലപാട് അങ്ങോട്ട് മാറുന്ന കണ്ടപ്പോഴത്തേക്കാണ് എനിക്ക് സ്വാഭാവികമായിട്ട് തോന്നിയത്. അപ്പം ഓക്കെ, എന്തായാലും ഞാൻ സ്ട്രെയിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രമേ സംസാരിക്കാൻ നിൽക്കുന്നുള്ളൂ. സ്ട്രെയിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ സംസാരിക്കത്തുള്ളൂ. എപ്പോഴും സത്യത്തിന് വേണ്ടി സംസാരിക്കാൻ മാത്രമേ ഞാൻ ശ്രമിക്കാറുള്ളൂ. അപ്പം എന്തായാലും നിങ്ങളെ കമൻറ്റുകളൊക്കെ നിങ്ങൾ അറിയിക്കുക. അപ്പം see you guys.